അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ചടങ്ങിൽ നിരവധി ലോക നേതാക്കളും ശതകോടീശ്വരന്മാരും സാങ്കേതിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ടെസ്ലയുടെ സിഇഒ എലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായിരുന്നു. സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രം എന്ന് ട്രംപ് പറഞ്ഞു. LGBTQ സമൂഹത്തെ അംഗീകരിക്കില്ല എന്നും ഇത് അമേരിക്കയുടെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പരാമർശിച്ചത് വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. It will henceforth be the official policy of the United States government that there are only two genders, male and female. രാജ്യത്ത് സമൃദ്ധിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും വിലക്കയറ്റം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയാൻ ട്രംപ് മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.